പ്രിയമുള്ളവരെ, ഈ കൊച്ചു വീഡിയോയ്ക്ക് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന ടൈറ്റിൽ പിണറായിയും ഞാനും തമ്മിൽ എന്നാണ്. അത് പിണറായി വിജയൻ എന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാവുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധത്തെയോ സൂചിപ്പിക്കുന്ന ഒന്നല്ല. മറിച്ച് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ നടത്തിയ അപനിർമ്മിതിയെ സംബന്ധിച്ചുള്ളതാണ്. അതായത് എന്നെ രാഷ്ട്രീയപരമായി ഏതെല്ലാം തരത്തിലാണ് പിണറായി വിജയൻ എന്ന നേതാവ് സ്വാധീനിച്ചത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒരു പ്രശ്നാധിഷ്ഠിതമായിരുന്നു. ഞാൻ പിണറായി വിജയൻ എന്ന നേതാവിനെ അത്രമാത്രം അന്ധമായി ഫോളോ ചെയ്ത ഒരാളല്ലായിരുന്നു. പരിസ്ഥിതി ചൂഷണം, പ്രകൃതി ചൂഷണം എന്നെല്ലാം വിഷയത്തിൽ വളരെ റാഡിക്കലായ ഒരു സമീപനം കൊണ്ടു നടന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദൻ ഉയർത്തുന്ന ഭൂമിയുടെ രാഷ്ട്രീയം, അത്തരം രാഷ്ട്രീയത്തിൽ ഞാൻ വളരെ അധികം ആകൃഷ്ടനായിരുന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ ആഗോളതലത്തിൽ തന്നെ ഭൂമിയുടെ രാഷ്ട്രീയം നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു സമകാലികതയിൽ കേരളത്തിലും ഭൂമിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ VSനോടുള്ള പിന്തുണ അല്ലെങ്കിൽ അനുഭാവം എന്നുള്ളത് ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഉള്ളിൽ VSനോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ആ VS ഉയർത്തുന്ന പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഇതിൻ്റെ പരിണിതിയായി സംഭവിച്ച ഒന്നാണ്. എന്നാൽ വളരെ വൈകുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളിൽ എനിക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മനുഷ്യനെ സ്പർശിക്കാത്ത, മനുഷ്യൻ്റെ ജീവിതത്തെ സ്പർശിക്കാത്ത പാരിസ്ഥിതിക ബോധം എന്നുള്ളത് വളരെ തീവ്രമായ റാഡിക്കലായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ അതിവൈകാരികതയുടെ കളറുള്ള ഒന്നാണെന്ന് ഞാൻ അതിവേഗം തിരിച്ചറിഞ്ഞിരുന്നു. അതായത് മനുഷ്യന് ലൂന്നിക്കൊണ്ട് വേണം പാരിസ്ഥിതിക ബോധത്തെ ബിൽഡ് ചെയ്യാൻ. നമ്മളുണ്ടാക്കുന്ന കൾച്ചറൽ സ്പേസ് എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. ആ കൾച്ചറൽ സ്പേസിനെ രൂപപ്പെടുത്തുക നമ്മുടെ ജീവിതമാണ്. അപ്പം അതിനപ്പുറത്ത് പ്രകൃതിയുടെ ഒരു കോംപ്രിഹെൻസീവ്നെസ് വെച്ചിട്ടല്ല പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിയാണ്. അപ്പം ആ അർത്ഥത്തിൽ വികസന സമീപനങ്ങൾ സംബന്ധിച്ച് ചില കാഴ്ചപ്പാടുകളിൽ വ്യക്തിപരമായിട്ട് എന്നിൽ തന്നെ അപനിർമ്മിതി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ സവർണ വരേണ്യമായ പാരിസ്ഥിതിക ബോധം പിൻപറ്റി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ രീതിയിൽ തൊഴിൽ സഞ്ചിയും ഒക്കെ ആയിട്ട് വെറും പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ അതല്ല വിഷയം. ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിത ഗുണത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് പരിസ്ഥിതിക്ക് വേണ്ടി, പരിസ്ഥിതി എന്നുള്ളത് ഒരു ആഗോള വിഷയമാണ്, അതൊരു പ്രാദേശിക വിഷയമല്ല. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ആഗോള മാനങ്ങളാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കപ്പെടേണ്ടതും ആഗോള തലത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിലൂടെയാണ്. നിങ്ങൾക്കൊരു പ്രാദേശിക സമൂഹം ഏതെങ്കിലും കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രം ഏതെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത് ഒരു ആഗോള മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
കോസിനെ മുൻനിർത്തി ആഗോളമായിട്ടുള്ള അവയർനെസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ത്യാഗം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആഗോളതലത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ സാമാന്യ ജനത്തിൻ്റെ ജീവിത അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അന്ധമായ പരിസ്ഥിതി പ്രകൃതിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് എതിർക്കുക എന്നുള്ളത് ജനവിരുദ്ധമാണ് എന്ന തിരിച്ചറിവ്, ഈ വലിയ തിരിച്ചറിവ് എന്നിൽ നിർമ്മിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത്. അതുപോലെ ഒരു സമൂഹത്തിൻ്റെ വികസനത്തെ ദീർഘദൃഷ്ടിയോടെ കാണുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങളെ മുൻനിർത്തി മാത്രം ചില വികസന പദ്ധതികളെ നമ്മൾ എതിർക്കാൻ കഴിയില്ല. മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ആവശ്യകതകളെ ദീർഘകാലാടിസ്ഥാനത്തിൽ കാണുകയും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ആ പരിഹാരങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ള ഗുണം സഖാവ് പിണറായി വിജയനിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, പിണറായി വിജയൻ എന്നുള്ള നേതാവ് കേരള സമൂഹത്തിൻ്റെ പല ബോധ്യങ്ങളെയും അപനിർമ്മിച്ച ആളാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ബോധ്യങ്ങളെ അപനിർമ്മിച്ച ആളാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നമ്മൾ അതുവരെ കാണാത്ത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിൻപറ്റുന്ന ഈ ബോധ്യങ്ങളുടെ ഫലമായിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ കേരളത്തിൻ്റെ സാമാന്യ ജനത്തിൻ്റെ ജീവിത ഗുണത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഒരു ഭാഗത്ത് ലൈഫ് പദ്ധതി പോലെയുള്ള ആളുകൾക്ക് വീട് നൽകുക, വീടില്ലാത്തവർക്ക് 5 ലക്ഷത്തോളം വീടുകൾ നൽകിയ ഒരു ഭരണ സംവിധാനത്തെ നയിച്ച നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ. അത് വളരെ പ്രധാനം. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. അപ്പം ആ അർത്ഥത്തിൽ കേരളത്തെ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയാക്കി അവതരിപ്പിക്കാൻ സാധ്യമാക്കിയ ഒരു നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗതാഗത ഉപാധിയായിട്ട് നാളെ മാറാൻ പോകുന്ന തെക്ക് വടക്ക് കനാൽ പദ്ധതിയെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. ഇതെല്ലാം ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വിമർശനാതീതനായ ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ്റെ ഭരണത്തിൽ എനിക്ക് പല വിമർശന മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാവോയിസ്റ്റുകളെ വേട്ടയാടുക എന്നുള്ളത്. പൊതുവെ ഉത്തരേന്ത്യൻ സമൂഹങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. അവരായിട്ട് സംവദിച്ചുകൊണ്ട് അവരായിട്ട് ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടാക്കുക, അവരെ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സംവാദങ്ങളിൽ ഇടപെടുക, അങ്ങനെ അവരുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക, ഇതൊക്കെ സാധ്യമായ കാര്യമായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ അവലംബിച്ച മാതൃക എന്നുള്ളത് ഒരു ഉത്തരേന്ത്യൻ മാതൃക തന്നെയാണ്. നമ്മൾ ഈ രീതിയിൽ സിസ്റ്റത്തോട് വിയോജിപ്പുള്ള ആൾക്കാരൊക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള പൊതു രീതിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിന്തുടർന്ന് എന്നത് പിണറായി വിജയനെതിരെ ഉയർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നാണ്. ഒരേ സമയം തന്നെ പിണറായി വിജയൻ എന്ന നേതാവിലെ ഗുണവശങ്ങളും അതേസമയം പിണറായി വിജയൻ എന്ന നേതാവ് ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. എന്തു തന്നെയായാലും കഴിഞ്ഞ 10 വർഷം പിണറായി എന്നുള്ള നേതാവ് കേരള സമൂഹത്തിന് നിർമ്മിച്ച് നൽകിയ ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്കിന് താഴെ പോകുന്ന ഒരു ഭരണകൂടവും കേരള ജനതയ്ക്ക് ഭാവിയിൽ സ്വീകാര്യമല്ലാതായി മാറും എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രസക്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു.